ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? സുഖാണല്ലോ? അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് സൗദി അറേബ്യ നിങ്ങൾക്ക് തരുന്നത്. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് അറബി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, അറബിക് ടീച്ചേഴ്സ്, അറബിക് സ്റ്റുഡൻസ്, ഇനിയിപ്പോൾ നിങ്ങൾ അറബിക്ക് ഒന്നും അറിയാത്തവർക്ക്, അറബി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു 8 മന്ത് കോഴ്സ് ഫ്രീ ആയിട്ട് റിയാദിലെ കിങ് സൽമാൻ ഇൻ്റർനാഷണൽ അറബിക് അക്കാദമി അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരിക്കും, അപ്പോൾ വിസ ടിക്കറ്റൊക്കെ എന്താ ചെയ്യുക? എല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. വിസയും ടിക്കറ്റും അക്കോമഡേഷൻ എല്ലാം അവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഫ്രീ ആയിട്ട് വിസ ടിക്കറ്റൊക്കെ നാട്ടിലേക്ക് അയച്ചു തരും. 8 മന്ത് കോഴ്സാണ്. ഇവിടെ വന്നിട്ടുള്ള മറ്റ് ചിലവുകളെല്ലാം അവരുടെ വക കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? നിങ്ങളുടെ കയ്യിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുമ്പ് ഉണ്ടാവേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്കൊരു പാസ്പോർട്ട് ഉണ്ടാവണം. ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ SSLC പാസ്സായിക്കുകയാണെങ്കിൽ SSLC, ഏതെങ്കിലും ഹൈസ്കൂളിൽ പോയിട്ടില്ല ഏതെങ്കിലും ഒരു ക്ലാസ് പഠിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്ലോമ, കമ്പ്യൂട്ടർ കോഴ്സ് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുള്ളൊരു ഇതുണ്ടാവില്ല, ആ ഒരു സർട്ടിഫിക്കറ്റ്. അടുത്ത് നിങ്ങളൊരു CV ഉണ്ടാക്കിയത് വേണം. 4-മത്തെ നിങ്ങളുടെ നല്ലൊരു പിക്ചർ, നിങ്ങളുടെ നല്ലൊരു ഫോട്ടോ വേണം. 5-മത്തെ നിങ്ങളുടെ വയസ്സ് 18 വയസ്സിൻ്റെ താഴേക്കാവാൻ പാടില്ല എന്ന ഏജ് ലിമിറ്റ് ഇല്ല. 18 വയസ്സ് മുതൽ എത്ര വയസ്സുള്ളവർക്കും അപ്ലൈ ചെയ്യാം. 6-മത്തെ നിങ്ങൾക്കൊരു ഇമെയിൽ ID, 7-മത്തത് മൊബൈൽ നമ്പർ, 8-മത്തത് ഫുൾ അഡ്രസ്സ്. മെയിൻലി വേണ്ടത് നിങ്ങൾക്ക് പാസ്പോർട്ട് വേണം, ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്, CV, നിങ്ങളുടെ ഒരു ഫോട്ടോ, പിന്നെ ഇമെയിൽ, മൊബൈൽ നമ്പർ, അഡ്രസ്സൊക്കെ നിങ്ങൾക്ക് അറിയണം ഇത് ഫില്ല് ചെയ്യാൻ പോകുന്നതിൻ്റെ മുമ്പ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നിങ്ങൾക്ക് അവർ അമ്യൂണിറ്റീസ് തരുന്നത് വിസ, ടിക്കറ്റ്, അക്കോമഡേഷൻ, മറ്റ് ട്രീറ്റ്മെൻ്റ് എല്ലാം ഫ്രീ ആണ്. അപ്പോൾ ഇനി എനിക്കറിയാം നിങ്ങൾ ചോദിക്കുക, ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് ടീച്ചറെ, അതല്ല ചോദിക്കുന്നത്. അപ്പോൾ ഇതിന് വാട്സപ്പിൽ വരേണ്ട കാര്യമില്ല കേട്ടോ, നിങ്ങൾ കംപ്ലീറ്റ് വീഡിയോ വാച്ച് ചെയ്തോ. ഇതിൻ്റെ ഈ 2 ലിങ്കും ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പിന്നെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്, അറബിക് പേജ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഗ്ലോബ് കാണുന്നില്ല, അതിൽ ക്ലിക്ക് ചെയ്യാം. ആ ഗ്ലോബിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇംഗ്ലീഷ് എന്ന് കൊടുക്കാം. ഇപ്പോൾ ഇംഗ്ലീഷിൽ വന്നു. അപ്പോൾ നിങ്ങളെ ഓൾറെഡി നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഇതിലുണ്ടെങ്കിൽ ആ ID പാസ്വേഡ് കൊടുത്തിട്ട്, ആ ഇമെയിൽ ID പാസ്വേഡും കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു പേജിലേക്കാണ് പോവുക. അപ്പോൾ സ്ക്രീൻ നെയിം എന്നുള്ളതിൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ നെയിം കൊടുക്കുക, എന്തെങ്കിലും ഒരു ID കൊടുക്കുക. കാരണം അത് വെച്ചിട്ടാണ് നിങ്ങളുടെ ഈ പ്രൊഫൈല് ഷോ ചെയ്യുക. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങളുടെ നെയിം കൊടുക്കുമ്പോൾ ആക്സെപ്റ്റ് ആവണില്ലെങ്കിൽ, ഇപ്പോൾ ഞാൻ ഒരു അക്കൗണ്ട് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ നെയിം മുനീറ എന്ന് കൊടുത്തപ്പോൾ ഓൾറെഡി വേറൊരാൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മുനീറ 2024 എന്നടിച്ചപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്തു. അതുപോലെ നിങ്ങളും നിങ്ങളുടെ നെയിം കൊടുത്തുമ്പോൾ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണെന്ന് വിചാരിക്കേണ്ട, അതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു നമ്പർ, നിങ്ങളുടെ ഏജ് എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, അടുത്ത നിങ്ങളുടെ ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഇതിലേക്കാണ് അവർ വെരിഫിക്കേഷൻ കോഡും മറ്റു കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നത്. അടുത്ത നിങ്ങളുടെ ലാംഗ്വേജ്, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് കൊടുക്കാം. നിങ്ങളുടെ ബർത്ത്ഡേ, അതിൻ്റെ ഡേറ്റ് ഇവിടെ കൊടുക്കാം. പിന്നെ പ്രെഫിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മിസ്റ്റർ ആണോ മിസ്സിസ് ആണോ എന്താണെന്നുള്ള അത് കൊടുക്കാം. പിന്നെ നിങ്ങളെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം. മിഡിൽ നെയിം നിർബന്ധമില്ല, ഈ യെല്ലോ കളർ സ്റ്റാർ ഇട്ടത് മാത്രമേ നിർബന്ധമുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നെയിം നിങ്ങൾ കൊടുക്കുക. നിങ്ങൾക്ക് 2 നെയിം ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇനീഷ്യൽ കൊടുത്താൽ മതി ലാസ്റ്റ് നെയിമിൽ, അതൊക്കെ അറിയാലോ. പിന്നെ പാസ്വേഡ് ഏതെങ്കിലും ഒരു പാസ്വേഡ് കൊടുക്കുക. 2-മതും ആ പാസ്വേഡ് തന്നെ എൻ്റർ ചെയ്യുക. ഞാൻ പാസ്വേഡ് കൊടുത്തപ്പോൾ കുറച്ച് നമ്പേഴ്സും 2 ലെറ്ററൊക്കെ വെച്ചിട്ടാണ് കൊടുത്തത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു ബോക്സിൽ ഐ ആം നോട്ട് എ റോബോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സേവ് കൊടുക്കുക. ഈ സേവ് കൊടുക്കുന്ന സമയത്ത് നേരെ അവർ നിങ്ങളുടെ ഈ മുകളിൽ കൊടുത്തുള്ള ഇമെയിൽ ID-യിലേക്ക് ഒരു വെരിഫിക്കേഷൻ ലിങ്ക് അയച്ചു തരും. ഓക്കെ, ഇവിടെ ഒരു ഇമെയിൽ ID നമ്മൾ മുകളിൽ കൊടുത്തിട്ടില്ല, അതെ, ഇതിനകത്തേക്ക്. അപ്പോൾ ആ ലിങ്കിനകത്ത് വെരിഫിക്കേഷൻ ലിങ്ക് തന്നാൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടാണ് നിങ്ങളുടെ അക്കൗണ്ട് ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. എന്നിട്ട് സബ്മിറ്റ് കൊടുത്താൽ അക്കൗണ്ട് ആക്റ്റീവായി.
അപ്പം ഞാനിവിടെ സൈൻ ഇൻ എന്നുള്ളതിലേക്ക് തന്നെ കൊടുക്കുകയാണ് ഫസ്റ്റത്തെ അതിലേക്ക്. കാരണം എൻ്റേത് ഓൾറെഡി ഞാനിവിടെ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ജിമെയിൽ ID പാസ്വേഡും കൊടുത്തു, സൈൻ ഇൻ കൊടുത്തു. സൈൻ ഇൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരിക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, അഡ്മിഷൻ ഗേറ്റ് എന്നുള്ള അവരുടെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ട്. ഇവിടെ അഡ്മിഷൻ ഗേറ്റ്, നമുക്ക് അഡ്മിഷൻ ആണല്ലോ വേണ്ടത്. നിങ്ങൾക്ക് സൗദി അറേബ്യയിലേക്ക് പോരാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പം ഞാനിതിൽ കുറേ കാര്യങ്ങൾ ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഫില്ല് ചെയ്യാം. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഞാൻ വെറുതെ ഒരു ഇത് എൻട്രി ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ വെറുതെ. പിന്നെ ഒരു പാസ്പോർട്ട് നമ്പർ കൊടുത്താൽ ഇത് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ, അതുകൊണ്ടൊരു പാസ്പോർട്ട് നമ്പർ കൊടുത്തു. പിന്നെ ക്വാളിഫിക്കേഷൻ കൊടുത്തു. പിന്നെ ലാംഗ്വേജ് മലയാളം എന്ന് കൊടുത്തു. നിങ്ങൾക്ക് അറബി അറിയോ ഇല്ല എന്നുള്ളതിൽ എസ് കൊടുത്തു. നിങ്ങളുടെ അറബിൻ്റെ ഫ്ലുവൻസി, ഞാൻ ബിഗിന്നർ തുടക്കം എന്നുള്ളത് അത് കൊടുത്തു. ജോബ് എന്താണെന്നുള്ളതിൽ നിങ്ങൾക്ക് ടീച്ചർ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി ഇല്ലെങ്കിൽ NA, അതായത് നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ളതിന് പകരം NA എന്ന് കൊടുക്കാം. പിന്നെ ഫാദറിൻ്റെ മദറിൻ്റെ ജോബ് അതൊന്നും നിർബന്ധമല്ല കൊടുക്കണം എന്നുള്ളത്. ഓക്കെ, നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്തതാണ് കേട്ടോ. കാരണം എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, സൗദിയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നാട്ടിൽ നിന്നാണ് ഇത് അപ്ലിക്കേഷന് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് കണ്ടില്ലേ, ഈ ഡേറ്റ് ഓഫ് ബർത്ത് എന്നൊക്കെ ഞാൻ വേറെ എന്തൊക്കെയാണ് കൊടുത്തിരുന്നത്. ഞാൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഞാൻ 1 ആയിരുന്നു അവിടെ കൊടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കേട്ടോ. ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് കൊടുക്കണേ. ഞാൻ ഇവിടെ ജസ്റ്റ് അതിൽ ഡീഫോൾട്ടായിട്ട് വന്നിട്ടുള്ളതൊക്കെയാണ് എടുത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കൊടുത്തു. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ നേരെ നെക്സ്റ്റ് കൊടുക്കുക. എല്ലാ ഡീറ്റെയിൽസും കൊടുത്തതിൻ്റെ ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്താൽ അടുത്തത് ഇതിലേക്കാണ് വരുന്നത്, കോണ്ടാക്റ്റ് ഇൻഫോർമേഷന്. നിങ്ങൾ നാട്ടിലൊരു ഫോൺ നമ്പർ കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കാം. പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നാട്ടിലെ കോണ്ടാക്റ്റ് കൊടുത്തു, ഇമെയിൽ ID കൊടുത്തു. പിന്നെ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഫേസ്ബുക്ക്, ട്വിറ്റർ അക്കൗണ്ട്. അപ്പം നിങ്ങൾക്ക് ഫേസ്ബുക്കും ട്വിറ്ററൊന്നും ഇല്ലെങ്കിൽ അയ്യോ ഇനി എന്താ ചെയ്യാന്ന് വിചാരിക്കേണ്ട, NA എന്ന് കൊടുക്കുക. അവിടെ NA എന്ന് പറഞ്ഞാൽ നോട്ട് ആപ്ലിക്കബിൾ. കാരണം നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ അങ്ങനെ കൊടുത്താൽ മതി. അങ്ങനെ സംഭവം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, പിന്നെ നിങ്ങളുടെ കൺട്രി ഇന്ത്യ, സിറ്റി ഞാനിവിടെ മലപ്പുറം എന്ന് കൊടുത്തു, ഡിസ്ട്രിക്റ്റ് മലപ്പുറം കൊടുത്തു, സ്ട്രീറ്റ് ഞാനൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അത് വേണമെങ്കിൽ ഞാൻ നിലമ്പൂരിൽ നിന്ന് കൊടുക്കാം. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഒരു പിന്നെ എവിടെയാണോ നിങ്ങളുടെ സിറ്റി എന്നുള്ളത് അത് കൊടുക്കുക കേട്ടോ. ഞാൻ നിലമ്പൂർ എന്ന് കൊടുത്തു. ബിൽഡിംഗ് നമ്പർ, ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ, ഇതൊക്കെ ഫ്ലാറ്റിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കാണ്. നമ്മൾ നാട്ടിലെ വീട്ടിലല്ല നിൽക്കുന്നത്. അല്ല, നിങ്ങൾ ഫ്ലാറ്റിലൊക്കെ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ അത് കൊടുക്കാം. കാരണം അവർ അഡ്രസ്സ് കംപ്ലീറ്റ് നോക്കാനാണ്. അല്ല, അതൊന്നും നിങ്ങൾക്ക് അറിയാത്ത എന്ത് കാര്യമാണെങ്കിലും NA എന്ന് കൊടുക്കുക. അതിനർത്ഥം നോട്ട് ആപ്ലിക്കബിൾ. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് നെക്സ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് അടിച്ചു അടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇതിലേക്കാണ് വരുന്നത് അറ്റാച്ച്മെൻറ്റിൽ എന്തൊക്കെയാണ് അവർ ചോദിക്കുന്നത്, കോപ്പി ഓഫ് ലേറ്റസ്റ്റ് ഡിപ്ലോമ, നിങ്ങളുടെ SSLCൻ്റെ ഏതിൻ്റെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുക, അവിടെ ചൂസ് ഫയൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്തത് നിങ്ങളുടെ കോപ്പി ഓഫ് യുവർ പാസ്പോർട്ടിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ടല്ലോ, അതൊരു PDF ഫയലാക്കിയിട്ട് അത് കൊടുക്കാം. അത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോ അതിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ചൂസ് ഫയൽ കൊടുക്കുക, നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഒരു CV അത് കൊടുത്തതിൻ്റെ ശേഷം ഇവിടെ ഒരു ബോക്സ് കാണുന്നില്ലേ, അവിടെ I hereby declare എന്നുള്ള ഒരു ഇത് കൊടുക്കുക, അക്നോളജ്മെൻറ്റ് അതും കൊടുക്കാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, രജിസ്റ്റർ എന്നുള്ളൊരു ബട്ടൺ കാണുന്നില്ലേ, ആ രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ അത് ക്ലിക്ക് ചെയ്യുന്നില്ല, കാരണം ഞാൻ എൻ്റെ പാസ്പോർട്ട് കോണ്ടാക്റ്റ് ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്, മറ്റ് ഡീറ്റെയിൽസ് ഒന്നും കറക്റ്റ് അല്ല. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് ഞാൻ അങ്ങനെ ഒരു രജിസ്ട്രേഷൻ കൊടുക്കുന്നില്ല കേട്ടോ, കാരണം നമ്മുടെ മറ്റ് ഇൻഫോർമേഷൻ എല്ലാം കൊടുത്തതല്ലേ. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൺഫർമേഷനായിട്ട് നിങ്ങളുടെ ഇമെയിലിലേക്ക് ഒരു ഇമെയിൽ വരുന്നുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. അറബി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ സൗദി അറേബ്യയിലേക്ക് ഒരു 8 മാസത്തിന് വരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റും. വന്നിട്ട് ഒരു 8 മാസത്തെ അറബി കോഴ്സും പഠിക്കാം. പിന്നെ സൗദി അറേബ്യ ഒന്ന് കണ്ടിട്ടും നിങ്ങൾക്ക് പോകാം. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ. ആഗ്രഹമുള്ളവരൊക്കെ ഇപ്പം തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങിക്കോളൂ.
അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ക്ലിയർ ആയിട്ടുണ്ടാവും, അതുപോലെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതുകൊണ്ടാണ് ഈ രാത്രിക്ക് തന്നെ ഇത് വന്നിട്ട് ചെയ്യുന്നത്, ആർക്കും ഇത് മിസ്സായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്കിനി കാണാം. വീഡിയോസ് കുറേ ഇനിയും ചെയ്യാനുണ്ട്. പറഞ്ഞല്ലോ നമ്മുടെ എക്സാം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തിരക്കായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ശരി, ബൈ ബൈ.